മനുഷ്യ ജീവിതത്തിൽ ധാരാളം തടസ്സങ്ങൾ നേരിടാറുണ്ട്. തടസ്സങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോഴും തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയാത്ത ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരോടുള്ള ഒരു സന്ദേശമാണിത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. 2 പദം, തരിക, തടുത്തു വെക്കരുത്. ഓരോ ദൈവമക്കൾക്കും ദൈവം അനുവദിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും ആത്മീകതകളുമുണ്ട്. എന്നാൽ അതിനെയൊക്കെ നിങ്ങളിലേക്ക് വരാതെ അതിനെ വഴിതിരിച്ചു വിടുന്ന എല്ലാ മേഖലകൾക്കകത്തും ഈ ദിവസങ്ങളിൽ ഒരു വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ദൈവം അനുവദിക്കാത്ത, ബൈബിൾ പറയാത്ത ഒരു അനുഗ്രഹവും നമുക്ക് വേണ്ട. എന്നാൽ ഒരു നിർബന്ധമുണ്ട്, ബൈബിൾ പറയുന്ന എല്ലാ അനുഗ്രഹവും നമുക്ക് വേണം. ദൈവം അനുവദിച്ച എല്ലാ നന്മകളും നമുക്ക് വേണം. ഇവിടെ നമ്മൾ പഠിക്കുമ്പം തരിക എന്ന് പറഞ്ഞാൽ തടസ്സപ്പെട്ട് കിടക്കുന്ന ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ പോവാ. ഇനി അടുത്തൊരു സന്ദേശം, തടുത്തു വെക്കരുത് എന്ന് പറഞ്ഞാൽ ഇനിയും തടഞ്ഞു വെക്കരുത്. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. പ്രാർത്ഥനയുടെ 1-ാം നിമിഷം അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ പ്രാർത്ഥനയുടെ മറുപടി ദൈവം അയച്ചു. എന്നാൽ 21 ദിവസം അന്തരീക്ഷ മണ്ഡലത്തിൽ ആ മറുപടിയെ തടഞ്ഞു നിർത്തി. എന്നാൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ പ്രാർത്ഥന നിർത്തിയില്ല. അവൻ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിച്ചപ്പോൾ ആ വിഷയത്തിൽ ദൈവം ഇടപെടുവാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രധാന ദൂതൻ വന്ന് മറുപടിയെ തടുത്തു നിർത്തിയ കറുത്ത കരങ്ങളെ വെട്ടിമാറ്റി പ്രാർത്ഥിച്ചവന്റെ കയ്യിൽ മറുപടി കൊണ്ടെത്തിച്ചെങ്കിൽ എനിക്കിന്നൊരു സന്ദേശമുണ്ട്. നിന്റെ കൈകളിൽ വരേണ്ട പല മറുപടികളെ തടുത്തു നിർത്തുന്ന കറുത്ത കരങ്ങൾ, നിന്റെ കണ്ണിന് കാണാൻ കഴിയാത്ത, എപ്പോഴും മനസ്സിലാക്കണം, സാത്താന്റെ പ്രവൃത്തികളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. പക്ഷെ അവന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. അയ്യോ, ഇത് ശത്രുവിന്റെ പ്രവൃത്തിയായിരുന്നല്ലോ. നിങ്ങൾക്ക് വരേണ്ട പലതിനെയും തടഞ്ഞു വെച്ചിരിക്കുവാണെങ്കിൽ ഇവിടെ പ്രവാചകൻ പ്രവചിക്കുകയാണ്, തടുത്തു വെക്കരുതെന്ന് ദൈവം കൽപ്പിക്കും. ഇനിയും ചിലത് തടയാൻ പറ്റത്തില്ല. അങ്ങനെ ചേർന്ന് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തടഞ്ഞു വെച്ചതെല്ലാം റിലീസാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളുകൾ കൊണ്ട് മാറാത്ത തടസ്സം തടസ്സം തടസ്സമെന്ന് പറഞ്ഞു മനുഷ്യ ജീവിതത്തെ കഷ്ടത്തിലാക്കുന്ന അന്ധകാര വാഴ്ചകളുടെ കുടിയിരിപ്പുകളെ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ചകറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. തടഞ്ഞു വെച്ചതെല്ലാം ഈ ദിവസങ്ങളിൽ റിലീസാകും. അത് കണ്ട് അനുഭവിക്കാം. അത് കണ്ടു മഹത്വപ്പെടുത്താം. ഗോഡ് ബ്ലസ് യു.